എന്താണ് ഹോട്ട് ലുക്ക് എന്ന് പറയുന്നത്? അതായത് നമ്മൾ സിനിമ നടന്മാരെയും നടിമാരൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നല്ല ഒരു ഹോട്ട് ലുക്കാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഫീലാണ്, ഒരു അട്രാക്ഷനാണ് അത് നമ്മൾ പറയാറുണ്ടല്ലേ. ഹോട്ട് ലുക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഷർട്ടൊക്കെ ഇങ്ങനെ ഊരിയിട്ടിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കുറച്ചിട്ട് ബോഡിയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നടന്മാരുടെ കാര്യത്തിലും നടിമാരുടെ കാര്യത്തിലും ഉദ്ദേശിച്ചത് അതല്ല. അതായത് ഒരു ഹോട്ട് ലുക്ക് നമ്മൾ ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ചില സിനിമയിൽ കാണാം, നല്ല കട്ടത്താടിയൊക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പ്രത്യേക വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു ഭയങ്കര ഫീൽ, നമുക്കൊരു ഹീറോയിസം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് കാണാം അല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഒരു ഹോട്ട് ലുക്ക് കാണാൻ സൂപ്പറായിട്ടുള്ളവർക്കും കാണാൻ സൂപ്പർ അല്ല എന്ന് തോന്നുന്നവർക്കും എല്ലാം ഒരേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് അങ്ങനെ ജന്മന കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കൂടി പറ്റും. ജന്മന കിട്ടുന്നവരുണ്ട് ഇല്ല എന്നല്ല, നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നുള്ളതാണ്. അതിന് പറ്റുന്ന 10 ടിപ്സുകളാണ്, 10 ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്റ്റ്. അതായത് കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവിടേക്കും ഇവിടേക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു സംസാരിക്കുന്ന കാര്യം ഇത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, താഴത്തേക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ പറയുന്ന ആൾക്കൊരു സുഖം കിട്ടില്ല, കേൾക്കുന്ന ആൾക്കൊരു സുഖം കിട്ടില്ല. കാരണം എന്താണ്, അവിടെ ഒരു പ്രോപ്പർ ഐ കോണ്ടാക്റ്റ് ഇല്ല. പറയുന്ന ആൾ മറ്റാളുടെ മനസ്സിലേക്ക് കയറുന്നില്ല, പറയുന്ന കാര്യം അയാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കാണുന്ന ആളെ കുറിച്ചിട്ട് ഒരു ഹോട്ട് ലുക്ക്, ഒരു മാന്യനാണ് അല്ലെങ്കിൽ ഒരു മാന്യമായ ഒരു സ്ത്രീയാണെന്നുള്ളൊരു ഫീല് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീല് നമ്മളെക്കുറിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല ഫ്രണ്ടായിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഇടത്തരം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കാം, അയൽവക്കത്തുള്ള ആളായിരിക്കാം, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരാളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അയാളുടെ ശരീരത്തിൽ, ആ വ്യക്തിയുടെ ശരീരത്തിൽ ടച്ച് ചെയ്യരുത് എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യം എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് കടക്കരുത്, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു ആൾക്ക്, ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മൾ അവിടെ കൊടുക്കുകയാണ്. നമ്മൾ കൂടുതൽ അടുത്ത് ചെന്ന് തോടത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കൈമൊക്കെ പിടിച്ചിട്ട് അങ്ങനെയുള്ള ആ ഒരു രീതി നല്ലതല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിയർപ്പ് നാറ്റം തന്നെയാണ്. ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ് വിയർപ്പ് നാറ്റം. നമ്മൾ നല്ല വിയർപ്പ് നാറുന്ന ആ ഒരു സ്മെല്ലുമായിട്ടാണ് മറ്റൊരാളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള ആ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും നമുക്ക് ഹോട്ട് ലുക്ക് പോയിട്ട് വേറെ കൂൾ ലുക്ക് പോലും കിട്ടത്തില്ല. കാരണം ആ ഒരു ഫീൽ അവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മളൊരു ജെന്റിലാണ്, ഒരു മാന്യമായിട്ടുള്ള പെരുമാറാനുള്ള ആ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ്. കുളിക്കുക നനയ്ക്കുക കാര്യങ്ങളൊന്നുമില്ല, ഏത് നേരം വേർപ്പം നാറിയിട്ടാണ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആളൊന്ന് കുളിക്കുന്നത് എന്നുള്ളൊക്കെ ഒരു ഫീലായിരിക്കും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതായത് അത് നിങ്ങൾക്കിപ്പോൾ ശരീരത്തിന് അങ്ങനെ ദുർഗന്ധം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വേർപ്പ് നാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതല്ലാത്ത സമയത്ത് ബസ്സുകളിലെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല തിക്കും തിരക്കുമായിരിക്കും അല്ലേ. ഇപ്പോഴും തിക്കും തിരക്കുണ്ട്. കൊറോണയ്ക്ക് പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. വൈറസിന് പോലും നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും പല നാടുകളിലും ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും തിക്കും തിരക്കുമാണ്. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ, ആ സ്മെല്ല് ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇംപ്രഷൻ അവിടെ നഷ്ടപ്പെടുകയാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണിൽ നോക്കി തന്നെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഒരിക്കലും ഇങ്ങനെ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി സംസാരിക്കുക, തല താത്തി സംസാരിക്കുക, അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ നേർക്കായിരിക്കണം നോക്കേണ്ടത്, അവരുടെ മുഖത്തേക്ക് നേരെയായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ശരീരവും അവരുടെ നേർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഒരിക്കലും തല കുനിയാൻ പാടില്ല. നമ്മളെന്താ പറയുക, നെഞ്ച് വിരിച്ച് എന്താ പറയുക, അങ്ങനെ മുഖത്തോട് നോക്കിയിട്ട് ഇങ്ങനെ ചിഹ്നൊന്നും താഴത്തേക്ക് താഴാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന പോസ്റ്ററാണെങ്കിൽ ശരി വളരെ ഇങ്ങനെ ഒരു എന്താ പറയുക, ബലമില്ലാത്ത രീതിയിലായിരിക്കരുത് നമ്മൾ നിൽക്കുന്നത്. ഒരു വളരെ സ്റ്റഡി ആയിട്ട് നമ്മളൊരു നെഞ്ച് നിവർത്തി നിൽക്കുക, അല്ലെങ്കിൽ നട്ടെല്ലാം നിവർത്തി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് വേണം സംസാരിക്കാൻ. ഇങ്ങനെ കുഴഞ്ഞും കൊണ്ട് ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് കണ്ണിക്ക് നോക്കിയിട്ട് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെ നോക്കി സംസാരിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കേൾവിക്കാർക്ക്. അതായത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു
മാന്യനാണ്, ഒരു സൂപ്പർ മനുഷ്യനാണ്, ഒരു നല്ല വ്യക്തിയാണ്, ആ സ്ത്രീ കൊള്ളാൻ കേട്ടോ, നല്ല മാന്യമായിട്ട് പെരുമാറാൻ അറിയുന്ന ആ ഒരു നിങ്ങളെ പോലും അറിയാതെ അല്ലെങ്കിൽ അവർ പോലും അറിയാതെ നിങ്ങളുടെ പല കാര്യങ്ങളും അവരത് ഒപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ഒരു സിനിമാ നടനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ചില കൈയിൻ്റെ മോഷൻസ്, കൈയിൻ്റെ മാനേഴ്സ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ അതേപോലെ പിടിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിമിക്രി സ്റ്റേജുകളിലെല്ലാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് മറ്റുള്ളവർ അതിനെ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് അനുകരിക്കുന്ന ആൾക്കാർ അത് കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരും എല്ലാവരും ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിലൂടെയാണ് അവർ ഒരു വിലയിടുന്നത്. ഇയാളെക്കുറിച്ചൊരു ഇംപ്രഷൻ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരുടെ അടുത്താണോ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾക്ക് ആകർഷിക്കേണ്ടത്, നിങ്ങളിലേക്ക് അടുപ്പിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ട് സംസാരിക്കരുത്, ഒരുപാട് തൊട്ടടുത്ത് തൊട്ടുരുമ്പി നിന്നിട്ട് സംസാരിക്കരുത്. ഒരു പാകത്തിന് ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക. ആ ഒരു ഫിസിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പാകത്തിനായിരിക്കണം. ഒരുപാട് ദൂരെയും ഒരുപാട് അടുത്തു തൊട്ടുരുമ്പി നിൽക്കാതെ ഒരു മീഡിയം അകലത്തിൽ നിങ്ങൾ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക ഫീല് കിട്ടുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിനാണെങ്കിൽ ശരി, എല്ലാ കാര്യത്തിനാണെങ്കിൽ ശരി, തൊട്ടടുത്താണ്, പക്ഷേ ആൾ തൊടുന്നില്ല ഒരിക്കൽ പോലും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമ്മളോടൊരു അടുപ്പം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ അടുത്ത് ചെന്ന് ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ ആ രീതിയൊക്കെ നോക്കിയിട്ട് വേണം. ഒരു അകലം എന്ന് പറയുന്നത് ഒരു മിതമായ അകലമായിരിക്കണം. അങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള ആ സർക്കിളിനകത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവർക്കത് നമ്മളോടുള്ള ഒരു അടുപ്പം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, നമ്മളെക്കുറിച്ചൊരു ഇംപ്രഷൻ നല്ലതായിട്ട് കിട്ടുകയാണ് അല്ലേ. അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ അവർ അടുപ്പത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ചെരുപ്പിടാൻ പോവുകയാണെങ്കിൽ ശരി, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നടക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കില്ലേ. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വെറുതെ നമ്മൾ റോട്ടിലൂടെ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണെന്ന് കൂട്ടുക. പ്രത്യേകിച്ച് നേരൊന്നും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നടക്കാൻ. ഇപ്പോഴല്ല, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കോവിഡായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. പണ്ടാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ എന്തായിരിക്കും, വെറുതെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ വേണ്ടി നമ്മൾ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും, വളരെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നടക്കും, ആടിപ്പാടിയിട്ട്. അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ നടത്തത്തിനകത്ത് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. അതായത് ഈ സൽമാൻ ഖാനൊക്കെ നടക്കണ പോലെ നടക്കണം എന്നല്ല പറയുന്നത്. വളരെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല മസിലായിരിക്കും, നല്ല സെറ്റപ്പ് ബോഡി ആയിരിക്കും, നല്ല സ്റ്റൈലായിരിക്കും കാണാം. പക്ഷേ അവന്മാർ നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം അങ്ങനെ ആടിയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ നടക്കരുത്. നമ്മുടെ ഉറച്ച കാൽവയ്പോട് ഓടിയിട്ട് വേണം മുമ്പോട്ട് നടക്കുന്നത്. കാണുന്ന ആളുകൾക്ക്, അതായത് നമ്മളെ കാണുന്ന ആളുകൾക്ക്, നമ്മളെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ആ നടത്തത്തിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതെല്ലാം പലപ്പോഴും ഓഫീസുകളിലും മറ്റും നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കരുതും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആ ഒരു മേശയുടെ അപ്പുറത്ത് ഇപ്പുറത്തിട്ടിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ മാത്രമാണ് നടക്കുന്നത്. അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ CCTV ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോമോഡിലേക്ക് കയറുന്ന ആ സമയം തൊട്ടിട്ട് അവർക്ക് നമ്മളെ വാച്ച് ചെയ്യാൻ പറ്റും, നമ്മളെ സ്വഭാവം വാച്ച് ചെയ്യാൻ പറ്റും, നമ്മൾ ആരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് വാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യം നമ്മളെ ആറ്റിറ്റ്യൂഡ് മൊത്തം അവർക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ആൾക്ക് ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ നമ്മളെ കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മളവിടെ നിൽക്കുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അവർക്ക് ഏകദേശം കിട്ടും. ഇവനെ കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റർ, നമ്മുടെ ആ നടത്തത്തിനും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നതിനൊക്കെ ഇതിനകത്തൊരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വാക്ക് വിത്ത് പർപ്പസ്. നിങ്ങൾ നടക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, എന്ത് കാര്യത്തിലാണെങ്കിലും ശരി, ഒരു കോൺഫിഡൻസോട് കൂടി വേണം നടക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാതെ ഒരിക്കലും സൽമാൻ ഖാനെ പോലെ ഇങ്ങനെ നടക്കണം എന്നല്ല പറയുന്നത്. ആ ഒരു നടത്തത്തിനകത്തും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു മാനറിസം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അത് നിങ്ങളൊന്ന് പൊടി തട്ടി എടുക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയണം എന്ന് മാത്രം. മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മാനറിസം, കൈകൊണ്ടാണെങ്കിലും നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ശരി, നിങ്ങൾ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ കൈയിൻ്റെ മോഷൻസ്, നിങ്ങൾ എങ്ങനെയാണ് അത് പറയാൻ ശ്രമിക്കുന്നത്, ആരും അധികം ഉപയോഗിക്കാത്ത രീതിയിലുള്ളൊരു മാനറിസമാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും. ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്നില്ലെങ്കിൽ പറയും കേൾക്കുന്നില്ല, ചെവി തട്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടിട്ടില്ല എന്നുള്ള. അപ്പോൾ ആ ഒരു മാനറിസം വളരെയധികം കാണുന്ന ഒരാൾക്കൊരു സുഖമാണല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നതിന് പറയും ഇങ്ങനെ ചെറിയത് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നിനു പോകണമെന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നുള്ളതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാനറിസമാണ് ആ ആൾ കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നമുക്കെന്താണ്, ആ ആളോടൊരു മതിപ്പ് തോന്നുകയാണ്. ആളിൻ്റെ ഈ പറയുന്ന സുഹൃത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. കക്ഷി എങ്ങനെയാണ് പെരുമാറുന്ന രീതി, അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം, അങ്ങനെയുള്ള രീതികൾ അവർക്ക് ആ പറയുന്നതിന് ഒരു പ്രത്യേകതരം മാനറിസം ഉണ്ട്. ആ മാനറിസം നമ്മൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു മാനറിസം ഉണ്ടാകണം എന്നുള്ളത്. എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്നും സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാളാണെങ്കിൽ, എന്നും സ്ഥിരമായിട്ട് സംസാരിക്കുന്ന
സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ആവാം, ലവ് ആവാം, എന്തും ആയിരിക്കാം. പക്ഷേ നമ്മളെക്കുറിച്ചിട്ടൊരു വില അയാൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസത്തേക്ക്, ഒരാഴ്ച നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരു ദിവസത്തേക്ക് നിങ്ങൾ ആ ഫോണൊന്ന് ഒഴിവാക്കി വയ്ക്കുക. അതായത് വിളിക്കുന്നില്ല, നിങ്ങൾ മെസ്സേജ് അയക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം തൊട്ടടുത്ത ദിവസം നിങ്ങൾ വളരെ കൂളായിട്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കും, അയ്യോ ഇയാളില്ലാത്തത് വളരെയധികം ഒരു സുഖമില്ലാത്ത അവസ്ഥയാണല്ലോ. സ്ഥിരമായിട്ട് വിളിച്ചിരുന്നു, സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ ഒരു ദിവസം ഇതൊന്നും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഒരു വില, അതായത് ഈ വിളിക്കാത്ത ആളുടെ ഒരു വില മറ്റയാൾക്ക് കിട്ടുകയാണ്, അയാളെ കുറച്ചൊരു മതിപ്പുണ്ടാവുകയാണ്. മാത്രമല്ല ഈ വ്യക്തി ചിന്തിക്കുന്ന എന്താണ്, ഒരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ഫീല് മൊത്തം ചെയ്തത് എനിക്ക് അയാൾ വിളിക്കാതിരുന്നപ്പോൾ എന്നുള്ളൊരു ഫീല് വരികയാണല്ലേ. അപ്പോൾ നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു മതിപ്പ്, നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു വാല്യൂ ആ ആളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഫോൺ വിളി കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം. അപ്പോൾ ലവിനകത്താണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനകത്ത് യൂസ് ചെയ്യാൻ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഒരു വാല്യൂ ആ വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിന് ഇത് വഴി തെളിയിക്കും എന്നുള്ളതാണ്. 9ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഡ്രസ്സിങ് ചെയ്യുന്നതിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് ആവരുത്, അല്ലെങ്കിൽ സാഹചര്യത്തിന് ചേരാത്ത ഡ്രസ്സ് ആവരുത് എന്നുള്ളതാണ്. എന്താണോ നമുക്ക് മുമ്പിലുള്ള സന്ദർഭം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളൊരു സ്യൂട്ട് ധരിക്കുന്നുണ്ട്, കോട്ട് ടൈ എല്ലാം ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റല്ല അത്. എന്നാൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ബാറിൽ പോവുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോവുകയാണ്, അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോവുകയാണ്, അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഡ്രസ്സിങ് മാറ്റേണ്ടതുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ടുള്ള ഡ്രസ്സാണ് വേണ്ടത്. ഒരു മരണ വീട്ടിൽ ഭയങ്കര ഫ്രീക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുടിയെല്ലാം സ്പൈക്ക് ആക്കിയിട്ട് നിങ്ങൾ ഭയങ്കര ഫ്രീക്ക് ലുക്കിൽ കുറേ ചങ്ങലയൊക്കെ കഴുത്തിലൊക്കെ തൂക്കിയിട്ടിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും ഇംപ്രഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ട്, സന്ദർഭത്തിനനുസരിച്ചുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള അത് നമ്മൾ ധരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു ഇംപ്രഷൻ കിട്ടുകയാണ്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ വേണം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ വേണം. എല്ലാവരും ഇടുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും സ്റ്റൈൽ ഒരേപോലെ ആവാൻ പാടില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുടി മുകളിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്, എല്ലാവരും ഒരേപോലെ താടി വളർത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? എല്ലാവരെയും കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങളും എന്നുള്ള രീതിയിലേക്ക് വരും. പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാകാൻ, കുറച്ച് വ്യത്യസ്തമായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആ സ്റ്റൈലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അതിനകത്തൊരു യൂണീക്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലാണെങ്കിലും ശരി, അതിനകത്തൊരു യൂണീക്നെസ്, നിങ്ങളുടെ ഡ്രസ്സിങ് ആണെങ്കിലും ശരി, ഒരു ഷൂ ഇടുന്നതാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തനതായ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ യൂണീക്കാക്കി നിർത്തും, നിങ്ങളെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തും, അല്ലേ? പക്ഷേ നിങ്ങൾ ഒരേ ട്രെൻഡാണ് എല്ലാവരും ഫോളോ ചെയ്യുന്ന അതേ ട്രെൻഡ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഓഹോ അയാളൊരു ട്രെൻഡി പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നാണ് നമുക്ക് പറയാന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അയാൾക്കൊരു സ്പെഷ്യാലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊരു യൂണീക്നെസ് കിട്ടാൻ, നമുക്കൊരു സ്പെഷ്യാലിറ്റി മറ്റുള്ളവരുടെ മനസ്സിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ.